ഞങ്ങൾ ബൻഗർ തരകൻ മുതലാളി ഞങ്ങളുമായി എഴുന്നള്ളുന്നേ. ഇന്ന് വഴിമാറിക്കോ. ഇത്തവണ മുടിഞ്ഞ കൊയ്ത്താണ് കേട്ടാ. എടാ പോവാ, എന്റെ ബ്ലസിമോള് മീൻ പെയ്ത്ത് കാണാൻ വന്നിട്ട് ചാള മാത്രമേ ഉള്ള. നെയ്മീനില്ലേടാ? പുളക്കല്ലേ തരകനിട്ട് പുളക്കല്ലേ കേട്ടാ. എടി ബ്ലസിക്കൊച്ചേ, നീ ഡിഗ്രി പാസ്സായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. മുമ്പള കുലത്തൊഴിൽ ഇതാണല്ല. അത് ശരിയാണ്. മുതലാളിയുടെ കാലശേഷം കടലിലാട്ട് പോകാൻ ഈ ഒരു ബന്ധരിയല്ലേ ഉള്ളു. കടലിൽ പോകാനോ ഇവനാള് സ്വയംവരാണ് കേട്ടാ. എന്നതാടി ഈ ഊമ്പാണ് നമ്മുടെ ആരോഗ്യം. ഇത് തരത്തില്ല കേട്ടോ. അവൻ പിടിച്ച മീനാണ്, ഞാൻ ചോദിച്ചിട്ട് പോലും തരണില്ല. എടാ ബ്ലാക്ക്, ഇതിന് എത്ര വേണച്ചാ തരാം. ഇത് കൊടുക്കാനല്ലെന്നേ. എന്നാ നീ കൊണ്ടുപോ. നല്ല വില പറയുന്നുണ്ട് മകനെ. കൊടുത്തിട്ട് ഷാപ്പിൽ പോവാടാ. ഷാപ്പിൽ പോവാം, പക്ഷെ ഇത് കൊടുത്തിട്ട് ഷാപ്പിൽ പോവാൻ കുറെ പുളിക്കും. എടാ ബ്ലാക്ക്, ഇത് ഹനുമാൻ കുമ്പാരി മലയും കൊണ്ട് വരണ പോലെ ഉണ്ടല്ല. ഹനുമാൻ കുമ്പാരി അല്ല, ഹനുമാൻ മക്കച്ച. ഇവൻ പോളപ്പൻ മകനെ, ഒറ്റ വില എന്നാ വേണം? ഇത് മുതലാളിക്ക് തരത്തില്ല, ഇത് വേറെ ആളൊക്കെള്ളതാ. മുതലാളിക്ക് കൊടുക്കാൻ നീ വേറെ ആൾക്കാർ കൊടുക്കാൻ പോണത് ഞാൻ കാണിച്ചു തരാം. ബ്ലച്ചിക്കൊച്ചന് ബ്ലാക്കിന്റെ വക സമ്മാനം. അപ്പന്റെ മകൻ തന്നെയാണ്. മിസ്റ്റർ തറയണ, എടോ ഞാൻ തറയാൻ മുതലാളിയാണോ? നിങ്ങ ആരാണ്? ഹോൾഡിംഗ് ചെയ്യാനാ? ഇവിടെ ഹോൾഡിംഗ് ചെയ്യാൻ പറയണ. ഹോൾഡിംഗ് ചെയ്യാൻ പറഞ്ഞ എന്റെ മാതാവ് ഇത്രയും മുട്ടൻ തെറി പറഞ്ഞ ആരാണവൻ? കുളിച്ചതറി അങ്ങനെ പറഞ്ഞ പോവാണ്. എടാ നിന്റെ അപ്രാണെന്ന് പറയണ. അയ്യോ കുമാരൻ സാറാ, എനിക്ക് അണ്ടർസ്റ്റാൻഡിംഗുമായില്ല കേട്ടാ. ഇപ്പൊ എവിടുന്നാണ് വിളിക്കണത്? ബോംബെന്നാ. പിന്നെ വിശേഷം വല്ലതും ഉണ്ടാ? മകളാ? അല്ല കുമാരൻ സാറേ, മകള് പുറത്തെങ്ങാണ്ട് പോയിരിക്കായിരുന്നല്ല. എവിടാ? മുമ്പളെ വൈദ്യുതി പൂസതിന്റെ അടുത്താ. പിന്നെ എന്നാത്തിനാണ്? ഫസ്റ്റ് പുള്ളി ആളൊരു തിമിങ്ങലാണ് അല്ലേ? മകളെന്നാണ് ഇങ്ങോട്ട് വരണത്. കർത്താവേ, നാളെയാ? നാളെ വന്നിട്ടെന്ന് ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റി. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. അല്ല ഓ, വെള്ളം കുടിച്ചു കേട്ടാ. വിളിച്ചത് എവിടുന്നെന്ന് അറിയായ? ബോംബെന്ന്. ആരാന്നറിയായ? കുമാരൻ സാറ് എന്റെ ഫ്രണ്ട്സാണ്. അവിടുത്തെ പോലീസ് മന്ത്രിയാടാ. കടലിൽ മീൻ പിടിക്കണ 5-8 കപ്പലുണ്ട് പുള്ളിക്കാരന്. എടാ നമ്മുടെ 2 കപ്പല് വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ടാ. നമ്മ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ കാഴ്ച നമ്മക്ക് തരും കേട്ടാ. ആ കുമാരൻ സാറിന്റെ മകൾ ഇങ്ങേട്ട് വരികയാണ്. ആ കൊച്ചിന്റെ ആക്കിട്ടാണ് കേട്ടാ. അമേരിക്ക പോയി FACT ഒക്കെ പാസ്സായതാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എടാ പൂവന്മാരെ, ആ കൊച്ചു നമ്മുടെ മൂസലിന്റെ അടുത്ത് പരീക്ഷണം പഠിക്കാൻ വരികയാണ്. ടൗണിൽ അവർക്ക് വലിയ മംഗളാവൊക്കെ ഉണ്ടടി. പക്ഷെ ആരുടെ ഭവനത്തിങ്കിലാണ് വരണത്? ഈ തരകന്റെ ഭവനത്തിങ്കൽ. അപ്പൊ ആ കൊച്ചു വരുമ്പോ നമ്മ തുറക്കാൻ കാര്യമായിട്ടൊന്നും സ്വീകരിക്കണ്ടേ? എടാ സീസറെ, നീ പോയി ആ ബാൻഡുകാരി ഒന്ന് ബുക്ക് ചെയ്തേ. പിന്നെ ഒരു കണ്ടീഷൻ, പോക്കറ്റ് നന്നായി തൂങ്ങണം. പിന്നെ ചേച്ചി വരുന്നതിന് ഇത്ര യാണമടി മകളെ, ബോംബെയിലെ പോലീസ് മന്ത്രിയുടെ മകളാണ് വരണതേ. എവിടെയെങ്കിലും ഒന്ന് നിൽക്കുന്നു. അല്ല അല്ല, ഉറക്കപ്പാട പിശാച ഊത്തുകാരനെ കേൾക്കാൻ വേണ്ടേ? എന്നാ കട്ടങ്ങി എന്നതാണ് എന്നെ വരയ്ക്കാൻ നോക്കിയത്? അവിടെയുള്ള എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. നമ്മുടെ തളിക്കണ അനാമത്ത് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാ? അനാമത്ത് വെള്ളമല്ല മകനെ, ആനാം വെള്ളം. അതുണ്ട് മകനെ, ഉണ്ട് മകനെ. സമയത്തില്ലെങ്കിൽ അച്ഛനെ കയറി ഞാൻ മോനെ വിളിക്കും. ചേച്ചി ഇതൊക്കെ കണ്ട വരുന്ന വഴി തിരിച്ചു പോകും. നിന്റെ അപ്പന്റെ കാര്യല്ലേ? കൊച്ചു വന്നേ. ആൾക്കാർ മാറിക്കോ. പേടിക്കണ്ട, മുതലാളി വെടിവെച്ചതാണ്. പടക്കം പടക്കം.
കുഞ്ഞിന് വഴി കൊണ്ട ഭാരകട്. ഹലോ അങ്കിൾ. ഹായ് ആന്റി. ഐ മീനാക്ഷി. ഐ എം ബ്ലെസ്സി. കുമാരൻ സാറിന്റെ മകക്ക് കൂമ്പ് കൈ. അയ്യാമ്മേ തരകം മുതലാളി. ഇതെന്താ ഇവിടെ ഇത്ര വലിയ ആഘോഷം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണി. മീനാക്ഷി കുഞ്ഞു വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടിട്ടാണ്. എന്നെ സ്വീകരിക്കാനോ? ഓ മൈ ഗോഡ്. അകത്തിരിപ്പുണ്ട്. അപ്പച്ചന്റെ സ്വീകരണമൊക്കെ എങ്ങനെയാ? തരകന്റെ തുറയെ പറഞ്ഞവരെ തരകൻ ഇങ്ങനെയാണ് കേട്ടാ സ്വീകരിക്കണതേ. വാ മകളെ വാ. ഏതായാലും ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തില്ലേ? ഫാന്റാസ്റ്റിക്. ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ ആന്റി. പിന്നെന്താണ്? എടാ അവന്മാരെ ഒന്ന് കൊതപ്പിക്കടാ. കൊച്ചു ഷൂട്ടിക്കാൻ പിടിക്കാൻ പോവുകയാണ്. ആ പിടിച്ചോ പിടിച്ചോ. വാവ്. ആഞ്ഞു പിടിക്കും മകളെ. മകളെ അവൻ മകള് പിടിക്കുന്ന ഷൂട്ടിംഗത്തിൽ അഭിനയിക്കുകയാണ്. അങ്ങാട്ടി തകർത്ത് അഭിനയിക്കട. ഉളക്കടാ. ഇയാളാരാ? അപ്പച്ചന്റെ സെക്യൂരിറ്റിയാ. ബ്ലാക്ക് എന്നാ പേര്. തൊറയിലെ ഗുണ്ടയാണ് കേട്ടാ. പിന്നെ ഇത്തിരി മന്ദബുദ്ധിയാണെന്ന് മാത്രം. പെണ്ണുങ്ങളെ കണ്ട അവന് വലിയ ഇഷ്ടമാണ് കേട്ടാ. ഞങ്ങളൊക്കെ ബ്ലച്ച് കൊച്ചിന്റെ കാര്യം പറഞ്ഞവന് വട്ടാക്കിയിരിക്കാൻ. ബാംബെ എന്ന് വന്ന കൊച്ചു എന്നെ കളിയാക്കി ചിരിച്ചല്ലേ? ഞാൻ മന്ദബുദ്ധിയൊന്നും അല്ല കേട്ടാ. അതിന് ഞാൻ കളിയാക്കിയില്ലല്ലോ. ഹായ്, നല്ല അസ്തറിന്റെ മണം. പ്ലച്ചി കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബാംബേക്ക് പോവാം. ഇനി അതിനെ വേണമെങ്കണ്ട. മീനു എന്ത് ബോഡി സ്പ്രേ വേണോ അതിലും ഉപയോഗിച്ചു. പക്ഷെ എനിക്കിഷ്ടം കാച്ചി എണ്ണയുടെയും മുല്ലപ്പൂവിന്റെയും തുളസിയുടെയും ഗന്ധമുള്ള എന്റെ മീനാക്ഷിക്കുട്ടിയാണ്. ജീവിതം മുഴുവൻ ബോംബെയിലായി പോയെന്ന് വെച്ച് എന്റെ ശരീരത്തിലോടുന്ന ഒരു കേരളീയന്റെ രക്തമല്ലേ? ഓ, ഒരു കേരളീയൻ. എങ്കിൽ പിന്നെ ഞാൻ തലേ മുഴുവൻ എണ്ണയും വെച്ച് മുല്ലപ്പൂം ചൂടി മുഖത്ത് മഞ്ഞളും തേച്ച് നടക്കാം. എന്താ, മതിയോ? പോരാ, കൂട്ടത്തിൽ ഇങ്ങോട്ട് വേണം. കുഞ്ഞിന്റെ മകനെ പരിചയപ്പെട്ടായിരുന്ന ഈ തൊറയിലെ ജഗജാലകില്ലാടിയാണ്. ഞാൻ അവന്റെ അപ്പം പത്രോസ് മൂപ്പൻ. ഈ പത്രാസ് മൂപ്പൻ ആളൊരു തിരുമണ്ടനാ. നിങ്ങ ഇവിടെ ചിരിച്ചു കളിച്ചാണ് നിൽക്കുകയാണ്. നത്തോലി കളിക്കാടി ചെമ്പിൻ ചെമ്പൻ ഒരു വാള അയില മത്തി ആവോലി രണ്ട് തിരുന്ന രണ്ട് കല്ലുമേക്ക നെയ്മീൻ ഭൂമിയിൽ ആമി പിന്നെ നമ്മുടെ ബ്ലാക്ക് പിടിച്ചാട്ട് വന്ന ഒരാൾ പൊക്കമുള്ള ഒരു കൊമ്പൻ സ്രാവ്. ഇതെല്ലാം അകത്ത് മേശമേ മകളെ കാത്തിരിക്കുകയാണ്. വന്ന് തിന്ന്. എന്താണ് പേസ്കറ്റ് പേലൊരു ശ്വാകാരം? മീൻ തിന്നുകയല്ലേ? എങ്കിൽ ആട് മാട് കോഴി താറാവ് മുയല് പന്നി പശു പോത്ത് പിന്നെ നല്ല കിളിന്ത് വെടിയിറച്ചി. എന്താണ് ഇത്രയൊക്കെ പോരെ മകളെ? അയ്യോ, അതല്ല പ്രശ്നം. ഇത് എന്താണ് പ്രശ്നം? ഞാൻ വെജിറ്റേറിയനാ. അത്രേ ഉള്ള. അങ്ങനെ ആയിരിക്കുമ്പോഴേ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഇറച്ചി മീനൊക്കെ വാരി വലിച്ചു തിന്നു. പക്ഷെ ചുറ്റുവൃത്തിയോടുകൂടെ നാളെ വിളക്ക് കത്തിക്കാൻ പോകത്തുള്ളൂ. അയ്യോ, അതല്ലപ്പാ. പിന്നെന്താണ്? ചേച്ചി പച്ചക്കറിയെ കഴിക്കുള്ളൂന്നാ പറഞ്ഞു. അതായിരുന്നു. എങ്കിൽ 7 തുറയിലും പച്ചക്കറി മേടിക്കാണ് വേറെ ബ്ലാക്ക്. ആ മൂട് കുലിക്കണ പെണ്ണുങ്ങളെ എത്തിയ എങ്കിൽ സമയം കളയാണ്ട് കുലിക്ക് തുടങ്ങാൻ പറയണ. ഇപ്പോഴാണ് കുളിച്ച് തീരൂ. തീരും. വെള്ളം ഒന്ന് പെട്ടെന്ന് മാറു ബ്ലാക്ക്. ഇപ്പം മാറാൻ കേട്ടാ. ഒരാഴ്ച കൂടിയിട്ട് കുളിക്കണതാണ് ഈ ദേഹം തണുക്കണ്ട. കടലിലെ വെള്ളം മുഴുവൻ എടുത്താലും ഈ ദേഹം തണുക്കത്തില്ലട്ടാ. ഈ തടി ഉണ്ടാക്കിയെടുക്കാൻ എന്റെ അപ്പൻ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടെന്നറിയായ വർത്താനം പറയാണ്. ഞാനിപ്പോഴൊന്നും മാറുകയല്ല. വേറെ പൈപ്പിൽ പോയി കുളിച്ച.
എന്തൊരു തണുപ്പ്. പെണ്ണുങ്ങടെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ കണ്ടിട്ടുണ്ട്. ഇത് പാണുങ്ങടെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ ആദ്യമായിട്ട് കാണാണ് കേട്ടാ. ബ്ലസ്സിക്കൊച്ച് ചരപഞ്ചര സിനിമ കണ്ടിട്ടുണ്ട ജയന്റെ? അതിന്റെ അകത്ത് പുള്ളിക്കാരെ എണ്ണയിട്ട് കുതിരയെ തേപ്പിക്കുമ്പോ ശീലപ്പെണ്ണ് ഒളിഞ്ഞു നോക്കുന്ന ഒരു സീനുണ്ട് കേട്ടാ. അതുപോലെയാണ് ഇത്. അന്ന് ജയൻ കുതിരയെ കുളിപ്പിച്ചു. ഇന്ന് ദേ കുറെ പിള്ളേരെല്ലാം കൂടി കഴുതയെ കുളിപ്പിക്കും. കുതിരയെ കണ്ടാലും കഴുതയെ കണ്ടാലും പെണ്ണുങ്ങൾക്ക് ഇതേ വിചാരമില്ല കേട്ടാ. ഓ എന്റെ തലവിധി മാറോ. ഞാനെന്തിനാ കുളിച്ച് സുന്ദരനാകുന്നറിയായ? എന്തിനാ? ഓ ഒന്നും അറിയാത്ത പോലെ. ഇന്നല്ലേ ബ്ലച്ചിക്കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നത്. അതിന് നീ എന്തിനാണ് കുളിക്കണത്? ഉച്ചക്ക് വന്ന് തട്ടിക്കയറ്റിയാ പോരെ? തട്ടും തട്ടും. ബ്ലച്ചിക്കൊച്ചിനെ ഇത്തവണ കെട്ടാമെന്നവനും തട്ടിപ്പോ. അന്നേരം തയ്യാറായിരുന്നോളാൻ എന്നാണ് പറഞ്ഞത് ഈ ടണ്ണ. ഞാനെപ്പ പറഞ്ഞു? ഇങ്ങോട്ട് പറ. യവനും ആ സീസണും കൂടിയാണ് വാക്കിന് വേണ്ടാതീനൊക്കെ പറഞ്ഞു കൊടുക്കണത് കേട്ടാ. ഇനി എങ്ങാനും എന്റെ പ്ലസ് മോളെ കളിയാക്കിയാ ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയാവാടാ. എന്നാ ഞാനല്ല തുറക്കാരാണ് പറയണത്. ബ്ലച്ചിക്കൊച്ചിനെ കെട്ടാൻ വേണവരെല്ലാം തട്ടിപ്പോകുന്നു. അയ്യോ മീനാക്ഷി കുഞ്ഞെന്താ ഇറങ്ങാൻ തുടങ്ങുവാ? ബ്ലസ്സിയുടെ അപ്പം വന്നിട്ട് പോയാ പോരാ. ഉച്ചയ്ക്ക് മുമ്പ് മൂസത്തിന്റെ അടുത്ത് എത്തണമെന്നാ പറഞ്ഞത്. ഇനി നിന്നാ വൈകും. ചേച്ചി പോയിക്കോ. ആ മൂസത് ഭയങ്കര ചൂടനാന്നാ കേട്ടിട്ടില്ലേ? വാടാമഞ്ഞളി ഇലവർങ്ങത്തുള്ളി കരയാമ്പൂവോട് കരമാഞ്ചാക്ക് പുഞ്ചിരി കൊഞ്ചിരി ഭൈരവ ജാനകി. ഇതെല്ലാം മരുന്നാണോ? ഹേയ് ഇതൊക്കെ ഇവിടെ അരക്കണ ജോലിക്കാരുടെ പേരാ. പോയി വിളിച്ചോണ്ട് വരിക. വരാൻ നേരത്ത് ഈ മരുന്ന് കൂടി അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരിക. ഒന്ന് വായിക്കുക. പല്ലി. എന്തൂട്ടാ ഈ വായിക്കണത്? ചുക്കുമുളക് ത്രിഫല്ലി എന്നല്ലേ എഴുതിയിരിക്കണത്. ഇതങ്ങനെ വായിക്കാം. ചുമ്പൻ. ഇതങ്ങോട്ട് പിടിക്ക. നിക്ക നിക്ക നിക്ക. എങ്ങോട്ടാ ഈ ചവിട്ടി കുത്തി പോണത്? എങ്ങോട്ടാ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ മീനാക്ഷി. ഈ മുംബൈയിലെ അതെ. നോ മൃത്യുഞ്ജയ നമ്പൂതിരി ഇവിടത്തെ മൂസത്തിന്റെ അടുത്ത ആളാ. ഞാൻ ഭീമസേനൻ ഇദ്ദേഹത്തിന്റെ അടുത്ത ആളാ. അത്രയ്ക്ക് അടുപ്പില്ല. കുട്ടി വരിക വരിക വരിക. It's not for a joke. It's a truth. കണ്ടുപിടുത്തങ്ങൾ ഒരുപാടായിക്കോട്ടെ. ചുട്ടുപൊള്ളുന്ന സൂര്യനെ വരെ നാളത്തെ മനുഷ്യർ കൈയെത്തിപ്പിടിച്ചേക്കാം. പക്ഷേ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ അടിത്തറ പോലും ഭാരത സംസ്കൃതിയിൽ നിന്നാണ്. യുനോ ആയുർവേദ ഈസ് ദ ബേസ് ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വരണം. Marina, sir, this is Meenakshi. 8 years back we met in New York International Medical Conference. I know sir, Meenakshi from Mumbai. Yeah. ആ സെമിനാറിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച സ്റ്റുഡന്റ് ഇവളായിരുന്നു. മീനാക്ഷിക്ക് മരീനെ മനസ്സിലായില്ലേ? സെമിനാറിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ ഡിസ്കഷൻ. സംശയങ്ങൾ ചോദിക്കാൻ രണ്ടുപേരും ഒന്നിച്ചല്ലേ എന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്? Oh yeah, Marina Williams. Yeah. I think you came from Virginia University, right? Exactly. How are you, Meenakshi? Oh, I'm doing good. Thank you. 8 വർഷം കഴിഞ്ഞില്ലേ സർ? പെട്ടെന്ന് ഓർക്കാൻ കഴിഞ്ഞില്ല. യെസ്. മറവി, മനുഷ്യന്റെ മറവി, അതായിരുന്നല്ലോ അന്നത്തെ ചർച്ചാ വിഷയം. അല്ല, നാളെ വരുമെന്നല്ലേ പറഞ്ഞേ? എന്താ ഇന്നേ പോന്നേ? ഇന്ന് തന്നെ സാറിനെ കാണണമെന്ന് തോന്നി. ഒരു അത്യാവശ്യ കാര്യമുണ്ട് സർ. വാട്ട് ഹാപ്പൻഡ്? അത് എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം സർ. പ്ലീസ് കം. എന്ത് കേൾക്കാൻ നിൽക്കുക? അല്ല, കുട്ടിക്ക് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടോളാം. നിങ്ങൾ താഴെ ചെന്ന് ഇന്ന് പുതുതായിട്ട് 4 പേഷ്യൻസ് വന്നിട്ടില്ലേ, അവരുടെ തലയിലെ വലിയ ചന്ദനാദി എണ്ണ നിറയെ തേച്ചങ്ങനെ കുളിപ്പിക്കുക. നടക്കുക. നമുക്ക് കുളിപ്പിക്കലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങ മൂസത്തിന്റെ അനിയന്മാരാടാ? ഞാൻ വക്കച്ചൻ, മൂസത് വക്കച്ചൻ. പെരുന്തച്ഛന്റെ അനിയനാണോ? ആണ്. എന്തൊരു ഐശ്വര്യമാണ് മൂസതുമാരുടെ മുഖത്ത്. ചുമ്മാതല്ല മീനാക്ഷി കൊച്ചിങ്ങാട്ട് വന്നത്. ഈ ഐശ്വര്യം തനിക്ക് വേണോ? കിട്ടുവാ?
കിട്ടും. എങ്കി എന്റെ ഈ മുഖത്തിന്റെ ആവോലി ഷേപ്പൊന്ന് മാറുമായിരുന്നു. എങ്കിൽ ഷർട്ട് ഒരു കണ്ണടച്ച് ഈശ്വരനെ ധ്യാനിച്ചിരുന്നോളൂ. പിന്നെന്താണ്? ചുംബൻ. അയ്യോ എന്തൊരു ഭാരം. നിനക്ക് ഈ ഭീമസേനന്റെ പേരിട്ടവന്റെ തലയ്ക്ക ആദ്യം തളപ്പേക്കേണ്ടത്. മൂസതായിട്ട് നടക്ക ഭീമ, ഇവന് വട്ടത്തിൽ കൂടി ഉണ്ടെന്നാ തോന്നണത്. ഇവന്റെ തലയിൽ വെച്ച ആദ്യം എണ്ണ. ഇതിനകത്താരാ? ഒരു പ്രാന്തനാ. ഇങ്ങോട്ട് മാറുക, ഇങ്ങോട്ട് മാറി പിടിച്ചു. ആ പൊക്കുക. നിന്നെ അത്ര സദ്യക്കാരനായിരിക്കില്ല. പൊക്കുക. പിടിക്കവനെ. മീനാക്ഷി പറഞ്ഞ ഈ ആളിന്റെ തലച്ചോറിനേറ്റ ആഘാതത്തില് അയാളുടെ നിറമോ ശരീരഘടനയോ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരാം. ഏറ്റവും സങ്കീർണമായ ഒരു കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ തലച്ചോറ്. അതിന്റെ മെമ്മറി പവറിനെ ജയിക്കാൻ ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല. അനേകായിരം ഐസിയും കപ്പാസിറ്ററും പ്രൊസസ്സറും ഉള്ള ഈ അത്ഭുത കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഒരു കോമ്പണന്റിന് താളം പിടിച്ചാൽ അവന്റെ ജീവിതഗതി തന്നെ തകിടം മറിയും. താൻ ആരാണെന്ന് പോലും മറന്നുപോകും. ചിലപ്പോൾ ക്രിമിനലാകാം, സാഡിസ്റ്റാകാം, ഭ്രാന്തനാകാം. തിരിച്ച് അവനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കാറുള്ളൂ. ഇത് അമ്നീഷ്യയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗം തന്നെയാണ്. അതെ സർ. പക്ഷെ അമ്നീഷ്യ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ അലോപ്പതിയിൽ ഇന്നില്ലല്ലോ. ഇല്ല, അതിനാണല്ലോ നമ്മുടെ റിസർച്ച്. പക്ഷേ ഇത് അമ്നീഷ്യയാണോ? കേട്ടിടത്തോളം ഈ ബ്ലാക്കും മീനാക്ഷി പറയുന്ന രമേശൻ രണ്ടു പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡി. താങ്ക് യു സർ. പഠിക്കേണ്ട വിഷയം സ്വന്തം ജീവിതത്തിൽ പരീക്ഷണമാകുകയാണല്ലേ. ഈ എക്സ്പെരിമെന്റില് മീനാക്ഷി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ എന്തിനും തയ്യാറാണ് സർ. പക്ഷേ ഇവിടെ കൊണ്ടുവരണമല്ലോ, അതിനയാൾ സമ്മതിക്കോ? തരകനങ്ങൾ പറഞ്ഞാൽ അയാൾ കേൾക്കും.